ദേശീയ ടീമിൽ കളിച്ച ഫുട്ബോൾ താരങ്ങൾക്ക് നിയമനം നൽകാൻ സംസ്ഥാന സർക്കാർ NP പ്രദീപ്, റിനോ ആന്റോ, അനസ് എടത്തൊടുക എന്നിവർക്കാണ് സർക്കാർ ജോലി നൽകുക. ഇവരുടെ കായിക നേട്ടങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, അവരുടെ നേട്ടങ്ങൾക്ക് അംഗീകാരം നൽകുന്നു അല്ലേ? അനുഷ, സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഇവർക്ക് ജോലി ലഭ്യമാകാത്തതിനെ തുടർന്നൊക്കെ ചില വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ എന്തായാലും ആ നിയമനത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ആര്യ, അതെ, അങ്ങനെ തന്നെയാണ്. അതായത് സ്വാഭാവികമായും നേരത്തെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ അനസ് എടത്തൊടി ഉൾപ്പെടെയുള്ളവർക്ക് നിയമനം നൽകാത്തതിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു, വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത്തരത്തിൽ ഈ ഫുട്ബോൾ താരങ്ങൾക്ക്, മുൻ താരങ്ങൾക്ക് നിയമനം നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള മുൻ ഇന്ത്യൻ ഫുട്ബോൾ കായിക താരങ്ങളായ പ്രദീപ്, NP, റിനോ ആന്റോ, അനസ് എടത്തൊടിക എന്നിവരെ നിയമിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവരുടെ കായിക നേട്ടങ്ങൾ പരിഗണിച്ചാണ് നിലവിലെ തീരുമാനം. അങ്ങനെ നോക്കുമ്പോൾ ജലസേചന വകുപ്പിലും രജിസ്ട്രേഷൻ വകുപ്പിലുമായി പ്രദീപ്, NPയും റിനോ ആന്റോയും നിയമിക്കുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അനസ് എടത്തൊടികയെ പോലീസ് വകുപ്പിൽ ക്ലർക്ക് തസ്തികയിൽ നിയമിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടിയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ നിയമനം നൽകാത്തത് നിശ്ചിത കാലയളവിൽ അപേക്ഷ സമർപ്പിക്കാത്തതിനാലാണ് എന്നതടക്കമുള്ള കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നേരത്തെ അടക്കമുണ്ടായിരുന്നു. അന്ന് TV ഇബ്രാഹിം MLA ആണ് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നത്. അതായത് ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പങ്കെടുത്തവർക്ക് വരെ ജോലി കൊടുത്തിട്ടും എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനായി അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുത്ത അനസ് എടത്തൊടിക പോലെയുള്ള താരങ്ങൾക്ക് നിയമനം നൽകുന്നില്ല എന്നുള്ളതായിരുന്നു അന്ന് MLA നിയമസഭയിൽ ചോദിച്ചിരുന്ന ചോദ്യം. പക്ഷെ അന്ന് അനസ് നിശ്ചിത കാലയളവിൽ അപേക്ഷ സമർപ്പിച്ചില്ല തുടങ്ങിയ മറുപടിയായിരുന്നു കായിക മന്ത്രിയിൽ നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നൽകിയിട്ടും, കൃത്യമായ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷ നൽകിയിട്ട് പോലും ഇത്തരത്തിലൊരു നിയമനം നടന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനസ് തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഫുട്ബോളിലെ രാജ്യാന്തര പ്രതിഭയായിട്ട് പോലും ലോകകപ്പ്, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ സാഫ് ഗെയിംസ് തുടങ്ങിയവയിൽ മത്സരിച്ചവർക്ക് മാത്രമേ ജോലിക്ക് അർഹതയുള്ളൂ എന്ന മാനദണ്ഡം പറഞ്ഞുകൊണ്ടായിരുന്നു അനസിന് ഇതുവരെ നിയമനം നൽകാതെ ഇരുന്നതെങ്കിൽ ഏതായാലും ഇന്ന് സർക്കാർ അതിന് ആ തീരുമാനം മാറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഇവർക്ക് ജോലി നൽകാനുള്ള ഒരു തീരുമാനം, സർക്കാർ സർവീസിൽ നിയമനം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഏതായാലും ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഏതായാലും 3 പേർക്കും അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുകയും ചെയ്യും. ആര്യാശ്വതി. ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. വൈകിയെങ്കിലും നിയമന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്.